സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകളിലെ വേഗപ്പൂട്ട് സംവിധാനം അട്ടിമറിക്കപ്പെട്ടതായി പരാതി. നിരത്തുകളിൽ അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തി സ്വകാര്യ ബസ്സുകൾ ചീറിപ്പായുമ്പോഴും മോട്ടോർ വാഹന വകുപ്പ് കണ്ണടയ്ക്കുന്നു. കെഎസ്ആർടിസിയുടെ ദീർഘദൂര ബസ്സുകളും നിരത്തിലിറങ്ങുന്നത് വേഗപ്പൂട്ട് അഴിച്ചുവെച്ചാണ്. ഈ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഈ ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥന്മാരും അതിന് കൂട്ടുനിൽക്കുന്ന മേലുദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നിയമങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ച് നമ്മുടെ നിരത്തുകളിൽ സ്വകാര്യ ബസ്സുകൾ മരണപ്പാച്ചിൽ തുടരുകയാണ്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധന അവസാനിപ്പിച്ചതോടെ ഭൂരിഭാഗം ബസ്സുകളിലെയും വേഗപ്പൂട്ടുകൾ പ്രവർത്തനരഹിതമായി. മിക്ക ബസ്സുകളിലും ബ്രേക്ക് ടെസ്റ്റ് സമയത്ത് മാത്രമാണ് വേഗപ്പൂട്ട് ഘടിപ്പിക്കുന്നത്. പരിശോധന കഴിയുന്നതോടെ വേഗപ്പൂട്ടുകളുടെ കണക്ഷൻ വിച്ഛേദിക്കപ്പെടും. വേഗനിയന്ത്രണ സംവിധാനങ്ങൾ ഒന്നുമില്ലാതായതോടെ നിരത്തിൽ അപകടങ്ങളും തുടർക്കഥകളായി. ഇരുചക്ര വാഹനത്തിലെ യാത്രക്കാരാണ് ഈ മരണപ്പാച്ചിലിനിടെ കൂടുതലും ഇരകളായി മാറുന്നത്. ചെറു വാഹനങ്ങൾക്ക് ഒരു ഭീതി, ഒരു ഭയാനകമായിരിക്കുകയാണ്. ഇപ്പോൾ എന്നെപ്പോലുള്ള ആളുകളൊക്കെ തന്നെ മെയിൻ റോഡിൽ ബസ്സിന് മുമ്പിൽ പെടുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പാടുവരികയാണ്. സ്വകാര്യ ബസ്സുകൾക്കൊപ്പം കെഎസ്ആർടിസിയും വേഗപ്പൂട്ട് അഴിച്ചുവെച്ചു തുടങ്ങി. കെഎസ്ആർടിസിയുടെ ദീർഘദൂര ബസ്സുകളാണ് പ്രധാനമായും വേഗപ്പൂട്ടില്ലാതെ നിരത്തിൽ മത്സരത്തിനിറങ്ങുന്നത്. മിനിറ്റുകളുടെ മാത്രം ഇടവേളകളിൽ ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിക്കുന്ന സാഹചര്യത്തിൽ വേഗപ്പൂട്ട് ഘടിപ്പിച്ച് ഓടിയെത്താനാവുന്നില്ല എന്നതാണ് ബസ് ഡ്രൈവർമാരുടെ ന്യായം. മീഡിയ 1 കണ്ണൂർ.